റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയതല്ലാത്ത ഒരനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലില്ല. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് തന്നതാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ അതിമഹത്തായ അനുഗ്രഹം പടച്ച തമ്പുരാൻ നമുക്ക് ഹിദായത്തു നൽകി എന്നതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വളരെ മനോഹരമായ വല്ലാത്തൊരു സ്നേഹവും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാചകമാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം ആ വാക്കുകളിലുണ്ട്. അള്ളാഹുവിൻ്റെ സ്നേഹം ആ വാക്കുകളിലുണ്ട്. ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറണം. ശുക്ർ ചെയ്യുന്നവരാകണം. അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുമ്പോൾ, നന്ദി കാണിക്കുമ്പോൾ പടച്ച തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. രാജാതിരാജനായ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ രാജകീയമായ വിളംബരം. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് തരും. നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിയണം, എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ്. വിശുദ്ധ ഖുർആനാകുന്ന അതിമഹത്തായ അനുഗ്രഹം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയതിനു നന്ദി കാണിക്കണം. നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ വിടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മഹത്തായ അനുഗ്രഹം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയതിന് നമ്മൾ നന്ദി കാണിച്ചവരായി തീരണമെങ്കിൽ മിനിമം 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. പാസ് മാർക്ക് ലഭിക്കണമെങ്കിലാണ്, അതിൽ A+ ലഭിക്കണമെങ്കിൽ, ഉന്നതമായ മാർക്ക് ലഭിക്കണമെങ്കിൽ അതിൽ വളരെയേറെ മുന്നോട്ട് പോകണം. മിനിമം പാസ് മാർക്ക് ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്നാമത്തെ കാര്യം ഈ ഖുർആനിനെ മനസ്സിലാക്കുക എന്നതാണ്. പടച്ച തമ്പുരാനെ അറിയുക എന്നതാണ്. ഖുർആൻ പഠിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൽ വലിയ ഒരു കാലം പിന്നിട്ട് കഴിഞ്ഞു.
ആയുസ്സിൻ്റെ അവസാനം നമുക്കറിഞ്ഞുകൂടാ. എത്ര ഖുർആൻ പഠിച്ചു നമ്മൾ? ഖുർആനിൻ്റെ ആശയം നമ്മൾ എത്ര പേർ മനസ്സിലാക്കി? അറിയാൻ നമ്മൾ ശ്രമിച്ചോ? പടച്ച തമ്പുരാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകും. ഞാൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനെ നിങ്ങൾക്കൊരു വിശുദ്ധ ഗ്രന്ഥം, എൻ്റെ നിയമസംഹിത, എൻ്റെ അതിമഹത്തായ കാരുണ്യം നിങ്ങൾക്ക് കൊടുത്തയച്ചിരുന്നല്ലോ. നിങ്ങൾ എന്താണ് ചെയ്തത്? ഖുർആൻ നാം പഠിക്കുന്നില്ല എങ്കിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ കണ്ടുവെച്ച മറുപടി എന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. വിശേഷ ബുദ്ധിയുണ്ട് എങ്കിൽ, മനോരോഗികളാണെങ്കിൽ, മാനസിക രോഗം ബാധിച്ചവരാണെങ്കിൽ, ഭ്രാന്തന്മാരാണെങ്കിൽ അവർക്ക് നിയമം ബാധകമല്ല. വിശേഷ ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ഒരാൾ, അല്ലാഹു തആല ഈ ബുദ്ധി നമുക്ക് തന്നത് തന്നെ, മനുഷ്യനായി നമ്മളെ പടച്ചത് തന്നെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയാകാനാണ്. അള്ളാഹുവിൻ്റെ ഹിദായത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനാണ്. എന്നിട്ടത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മെ വിടുകയില്ല. ഖുർആൻ സ്റ്റഡി സെന്റർ ഈ മേഖലയിൽ നിങ്ങൾക്ക് വലിയ സഹായിയാണ്. നിങ്ങൾ എല്ലാവരും അതിൽ ചേർന്നേ പറ്റൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ തീർത്തു പറയും, ഖുർആൻ പഠിച്ചേ പറ്റൂ. ഇന്ന് 500-ലേറെ സെന്ററുകളിലായിട്ട് 10,000-ലേറെ പഠിതാക്കൾ. ഈ പഠിതാക്കൾ എന്ന് പറഞ്ഞത് മുതിർന്നവരാണ്. ഖുർആൻ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവർ അവർ ഖുർആൻ പഠിക്കുകയാണ്. ഇതുവഴി ഖുർആൻ പഠനം പൂർത്തിയാക്കിയവരുണ്ട്. വളരെ നന്നായി ഖുർആൻ പഠിച്ചവരുണ്ട്. ഈ സദസ്സിൽ വരെ അത്തരക്കാരുണ്ടാകാം. ഖുർആൻ പണ്ഡിതകളും പണ്ഡിതന്മാരുമുണ്ട്. നിങ്ങൾ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണം. പഠിക്കണം. നമ്മൾ പടച്ച തമ്പുരാനോട് 5 നേരം എന്നല്ല, ഒരു ദിവസം ഫറലായ നമസ്കാരം മാത്രം നിർവഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, സുന്നത്തുണ്ടെങ്കിൽ വേറെയും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ വാഴ്ത്തിയിട്ടും അവനെ സ്തുതിച്ചിട്ടും പരലോകത്ത് അംഗീകരിച്ചിട്ടും ഫാത്തിഹയിൽ നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. പടച്ചവനെ, ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണം. ആ ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ജവാബാണ് ഖുർആൻ. അതിന്റെ മറുപടിയാണ് ഖുർആൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാ ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. നിങ്ങൾ ചോദിച്ചത് സിറാത്തുൽ മുസ്തഖീം അല്ലേ? ഇതാ പിടിച്ചോളൂ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. ഇതാണ് എൻ്റെ സിറാത്തുൽ മുസ്തഖീം. ഇതിനെ നിങ്ങൾ പിൻപറ്റൂ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീം കാണിച്ചു തരും. നിങ്ങൾ അതിനെ പിന്തുടരുക. ഖുർആൻ പഠിക്കുക. ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം,
യഥാർത്ഥത്തിൽ അത് പഠനത്തിന്റെ തന്നെ ഭാഗമാണ്. നാം പഠിച്ച ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുക. മഹാന്മാരായ സഹാബി വര്യന്മാർ ഖുർആൻ പഠിച്ചിരുന്നത് ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടായിരുന്നു. ഖുർആനിന്റെ മാതൃകാ വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറുക. വീട്ടിൽ ഖുർആനിന്റെ ഇണതുണകളാവുക, ഖുർആനിന്റെ സൗജൈനിയാവുക, ഖുർആനിന്റെ മാതാപിതാക്കളാവുക, ഖുർആനിന്റെ മക്കളാവുക. ഖുർആൻ പ്രതിനിധാനം ചെയ്യുന്ന മഹത്തായ പടച്ചതമ്പുരാന്റെ സന്മാർഗം, ആ സന്മാർഗം നമ്മുടെ അയൽപക്കങ്ങളിലേക്ക്, ചുറ്റുപാടുകളിലേക്ക്, സമൂഹത്തിലേക്ക് അതിന്റെ വെളിച്ചം പകരത്തക്ക വിധം ഇസ്ലാമിന്റെ ഖുർആനിന്റെ പ്രതിനിധാനം നാം നിർവഹിക്കുക. പരമാവധി പരിശ്രമിക്കുക. അതിന് നാം അതിനെ നടപ്പിലാക്കുക. പടച്ചതമ്പുരാനെ, ഖുർആനിനെ ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാക്കി തീർക്കണം. ഖുർആൻ പെയ്യുന്ന മനസ്സുകളുടെ ഉടമകളാക്കി തീർക്കണം. ഖുർആനാണ് ഞങ്ങളുടെ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പരിഹാരത്തിന്റെ വഴി. ആ അർത്ഥത്തിൽ ഖുർആനിനെ നാം പിൻപറ്റുക. മൂന്നാമതായി നമ്മുടെ മേൽ നിർബന്ധമായും വരുന്ന കാര്യം, ഈ ഖുർആനിനെ ഖുർആനിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക. ഖുർആനിന്റെ അവകാശികൾ ആരാണ്? ഖുർആൻ പഠിച്ചവർക്കറിയാം, ഇത് ഉമ്മത്ത് മുസ്ലിമയുടെ അവരുടെ മാത്രം സ്വത്തല്ല, മറിച്ച് ഇത് മാനവരാശിയുടെ സ്വത്താണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് സന്മാർഗമാണ്. ഇത് ജനങ്ങൾക്ക് ഹിദായത്താണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. ഇതാ രാജാതിരാജനായ റബ്ബിന്റെ ഈ കിതാബ്, അത് താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് മാനവരാശിയെ അന്ധകാരങ്ങളിൽ നിന്ന്, കൂരാകൂരി ഇരുടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കാനാണ്, മനുഷ്യരെ നയിക്കാനാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വലിയ ദൗത്യമാണ് നിർവഹിച്ചത്. ദുനിയാവിനോട് വിടവാങ്ങുമ്പോ ഉമ്മത്ത് മുസ്ലിമയോട് വസിയ്യത്ത് ചെയ്ത ദൗത്യമാണത്. നിങ്ങളിൽ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ജനങ്ങളിലേക്ക് അത് എത്തിക്കുക. ഖുർആനെ അടിച്ചേൽപ്പിക്കാൻ, ബലപ്രയോഗം നടത്താൻ ഖുർആൻ തന്നെ സമ്മതിക്കുന്നില്ല. നമുക്കതറിയാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. ഇത് എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുക്കൽ എങ്ങനെയാണ്? എത്തിച്ചു കൊടുക്കലിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാം ഖുർആനിനെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ്. ജീവിതമാണ് മെസ്സേജ്, ജീവിതമാണ് സന്ദേശം. നമ്മുടെ മാതൃകാ പുരുഷന്മാർ കേരളീയ സമൂഹത്തിലേക്ക് മാലിക് ബിനു ദീനാറും സഹപ്രവർത്തകരും വന്നപ്പോ അതാണ് ചെയ്തത്. അവരുടെ ഉദാത്തമായ ജീവിതമാണ് കേരളീയ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് ആനയിച്ചത്. അവര് പ്രതിനിധാനം ചെയ്ത ഇസ്ലാമിക ജീവിതം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉച്ചനീചത്വങ്ങളും ഒക്കെ നിലനിന്ന ഒരു കാലത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ സൃഷ്ടികൾ
പടച്ച തമ്പുരാന്റെ അടിമകൾ എന്റെ സഹോദരങ്ങളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. ഇത് വാക്കുകളിലല്ല, കർമ്മങ്ങളിലൂടെ അവർ തെളിയിച്ചു. വാക്കുകളിലും കടന്നു വരണം. സൗഹൃദപരമായ അന്തരീക്ഷത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകണം. അല്ലാഹുവിന്റെ അടിമകളോട് നല്ല ബന്ധങ്ങൾ പുലർത്തി, അവരോട് കൂട്ടുചേർന്ന്, അവരോട് സഹവസിച്ച് അവർക്ക് ഈ ദീൻ മനസ്സിലാക്കി കൊടുക്കണം, സാധ്യമാകുന്നതിന്റെ പരമാവധി. എന്തുമാത്രം തെറ്റിദ്ധാരണകളാണ് ഇന്ന് ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്. ഖുർആൻ നിരോധിക്കണമെന്ന് കോടതിയിൽ കേസ് കൊടുത്ത, തൽക്കാലം അത് കോടതിയുടെ വിഷയമല്ല എന്ന് പറഞ്ഞു കോടതി തള്ളിക്കളഞ്ഞ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആനിനെ പറ്റി തെറ്റിദ്ധാരണകളുണ്ട്. ഇസ്ലാമിന്റെ ശത്രു നടത്തിയ ഗൂഢാലോചനകൾ അതിന് കാരണമായിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാത്തത് അതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഖുർആനിനെ ഈ രാജ്യനിവാസികൾക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് റബ്ബ് നമ്മളെ ഏൽപ്പിച്ച പണിയാണ്. അതാണ് ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷ്യ നിർവഹണം. വമൻ അളിലമു മിമ്മൻ കതമ ഷഹാദതഹു ഇൻദല്ലാഹ്. പടച്ച തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച ഷഹാദത്ത്, അതിനെ മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ ബിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലഈനൂൻ. പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചു തന്ന സന്മാർഗത്തിന്റെ നിർദ്ദേശങ്ങൾ, സന്മാർഗം, അത് മറച്ചു വെക്കുന്നവനേക്കാൾ അവരെ അല്ലാഹു തആല ശപിക്കുന്നു. ഖുർആൻ പറയാണ്, അല്ലാഹു പറയാണ്. അല്ലാഹു തആല മാത്രമല്ല വയൽഅനുഹുമുൽ ലഈനൂൻ. വല്ലാത്ത ഒരു പ്രയോഗമാണത്, വളരെ സത്യമാണ് ആ പറഞ്ഞത്. ലോകം കണ്ട വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ, ഇന്ത്യയിൽ ജനിച്ച അബുൽ ഹസൻ നദ്വി, ഹുസ്നി നദ്വി, മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, മാദാ ഖസറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ ശരിയായ അർത്ഥത്തിൽ ദീനിനെ പ്രതിനിധാനം ചെയ്യാത്തത് കൊണ്ട് ലോകത്തിനുണ്ടായ നഷ്ടത്തെ പറ്റിയാണ്. മുസ്ലിമീങ്ങളുടെ അധപ്പതന കാരണം ലോകത്തിനുണ്ടായ നഷ്ടം. ഇന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധാനത്തിലും നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യർ വയൽഅനുഹുമുൽ ലഈനൂൻ, ശപിക്കുന്നവരൊക്കെ അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ ബാധ്യത നമ്മൾ നിർവഹിച്ചേ പറ്റൂ. നമ്മൾ ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതിയെ പറ്റി നമ്മൾ പറയുന്നു. ഇസ്ലാം ഭീതി അകറ്റാനുള്ള വഴി എന്താണ്? ഇതിലകപ്പെട്ടു പോയിട്ടുള്ള, തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അത് മാറ്റാനുള്ള വഴി എന്താണ്? അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾക്കനുസരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കലാണോ? ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ല എന്നാണ്. അവരോട് ഗുണകാംക്ഷയോടുകൂടി അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കണം. ആ നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാകണം. ഇത് നമ്മുടെ ചുമതലയാണ്. ഉമ്മത്ത് മുസ്ലിമ അതിന്റെ ചരിത്രത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തോട് നടത്തിയ സമീപനം, ആ സമീപനമാണ് നമ്മുടെ ചരിത്രത്തിലെ ഉത്ഥാന പതനങ്ങളുടെ അതിന്റെ ഒരു രേഖയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നാം ഈ ഗ്രന്ഥത്തോട് എന്ത് സമീപനം സ്വീകരിച്ചു?
നമ്മൾ അറിയണം, പടച്ച തമ്പുരാന്റെ വിശുദ്ധ ഗ്രന്ഥം ആകാശത്തിൽ നിന്ന് റബ്ബിന്റെ നിർദ്ദേശങ്ങൾ മാനവരാശിക്ക് ലഭ്യമായിട്ട് അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന വല്ല ഗ്രന്ഥവും ലോകത്തുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. അതേസമയം പടച്ച തമ്പുരാന്റെ വേദഗ്രന്ഥം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കയ്യിലുണ്ടായിരുന്നിട്ടും ഭൂമിയിൽ ഏറെ അധപ്പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരും എന്തേ നമ്മളായത് എന്ന് നമ്മൾ ആലോചിക്കണം. ഖുർആനിനോടുള്ള സമീപനമാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ ഖുർആനി ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഹു ബിഹി ആഖരീൻ. പടച്ച തമ്പുരാൻ ഈ ഗ്രന്ഥം കൊണ്ട് ചില ആളുകളെ ഉന്നതങ്ങളിലേക്ക് നയിക്കും, ചിലരെ ഇകഴ്ത്തിക്കളയും. മുസ്ലിം ഉമ്മയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ യാത്രയിൽ, ഈ ഉമ്മത്തിന്റെ യാത്രയിൽ ഖുർആനിനോട് 3 നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഖുർആനിനെ സർവാത്മന ഉൾക്കൊണ്ടവരുടെ ചരിത്രമാണ്. ആ ചരിത്രം നമുക്കറിയാം. വലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. പ്രതിസന്ധികളും വെല്ലുവിളികളും എല്ലാം വലിയ വലിയ പരമാരങ്ങൾ കണക്കെ അവർക്ക് മുമ്പിൽ വന്നിട്ടും അവർ ലോകത്തുന്നതരായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമതൊരു കൂട്ടർ അവരവർക്ക് സൗകര്യമുള്ളത് സ്വീകരിച്ചു. ഖുർആനിൽ നിന്ന് എനിക്ക് ഇത് പറ്റും, ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് അത് പറ്റില്ല, ഖുർആനിന്റെ ഈ ഭാഗം ഞങ്ങൾ സ്വീകരിക്കാം, ഖുർആനിന്റെ ആ ഭാഗം ഞങ്ങൾ സ്വീകരിക്കുകയില്ല. അത് 6-ാം നൂറ്റാണ്ടിലേതാണ്. ഇങ്ങനെ നിലപാട് സ്വീകരിച്ചവർ അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ വമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ കിതാബ് കയ്യിൽ ഉണ്ടായിരുന്നിട്ട് അതിൽ ചിലത് സ്വീകരിക്കുക, ചിലത് തള്ളിക്കളയുക, അത്തരക്കാർക്ക് ഭൂമിയിൽ നിന്ദതയാണ്. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ വെല്ലുവിളികൾ, അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്ന് വേറെ എവിടെയും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. നമ്മളിലേക്ക് തന്നെ തിരിയണം. അന്ത്യനാളിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. ദുനിയാവിൽ പേപ്പട്ടികളെ പോലെ തല്ലിക്കൊല്ലപ്പെടുകയും ആഖിറത്തിൽ കഠിനമായ ശിക്ഷക്ക് വിധേയരാക്കപ്പെടുകയും ചെയ്യും ഈ നിലപാട് സ്വീകരിച്ചാൽ എന്ന് അല്ലാഹു പറഞ്ഞു. പടച്ച തമ്പുരാൻ നിങ്ങളെ ഒന്നിലേക്ക് വിളിക്കുമ്പോ ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറില്ലാതെ പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത് അതിനുത്തരം പറയാൻ തൽക്കാലം അല്ലാഹുവിനും മനസ്സില്ല. നാം നമ്മളെ പറ്റി പഠിക്കുക. മൂന്നാമതൊരു കൂട്ടർ ഇതിനെ പൂർണ്ണമായും അവഗണിച്ചവർ. വമൻ അളലമു മിമ്മൻ സുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഗറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. പടച്ച തമ്പുരാന്റെ ആയാത്തുകൾ ലഭ്യമാവുകയും അത് മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നവർ അവര് കൊടും കുറ്റവാളികളാണ്. അവരോട് നാം പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹ് പറയാണ്. പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ടത് ഇവിടെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ജനതക്ക്, നമ്മുടെ രാജ്യത്തിന്, മാനവരാശിക്ക് അവരുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന്റെ വഴിയാണ് ഖുർആൻ.
ആ ഖുർആനിനെ നാം നെഞ്ചേറ്റുക, ആ ഖുർആനിന്റെ വക്താക്കളായി മാറുക, ആ ഖുർആനിനെ പഠിക്കുക, പഠിപ്പിക്കുക, ഉൾക്കൊള്ളുക, മാനവരാശിക്ക് അതിന്റെ സന്ദേശം കൈമാറുക. ഖുർആൻ സ്റ്റഡി സെന്ററിലൂടെ നമുക്ക് സാധ്യമാകേണ്ടത് അതാണ്. കാരുണ്യക്കടലായ പടച്ചതമ്പുരാന്റെ നാമത്തിൽ ഈ ഖുർആൻ സമ്മേളനം, ഖുർആൻ സ്റ്റഡി സെന്റർ അവാർഡ് ദാന സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഖുർആനിലൂടെ നമ്മെ വഴി നടത്തുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജനസമൂഹങ്ങൾക്ക് കൈമാറുകയും ചെയ്യാൻ, യഥാർത്ഥ സത്യസാക്ഷികളായി ജീവിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠനം, ഖുർആൻ സ്റ്റഡി സെന്റർ, അതിൽ വലിയ അളവിൽ നമ്മുടെ സഹോദരിമാരാണ്. പുരുഷന്മാരും അതിൽ ധാരാളം വരണം, പഠിക്കണം. അവരും സഹോദരിമാർ എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ സഹോദരിമാർ അവരേറ്റെടുക്കുമ്പോൾ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബങ്ങളെ, വീടുകളെ ഖുർആനിന്റെ വീടുകളാക്കി മാറ്റാൻ, മക്കളെ ഖുർആനിന്റെ വഴിയിൽ നടത്താൻ, സമൂഹത്തെ ഖുർആനിന്റെ ദിശയിലേക്ക് തിരിച്ചുവിടാൻ തീർച്ചയായും അതിലൂടെ നമുക്ക് സാധ്യമായി തീരും. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.